പൊതുസമൂഹത്തിന് ആവശ്യമായ ഒന്നും ചെയ്യാതെ കേരളത്തിലെ മദ്യത്തിന്റെ കുറവാണ്, സ്പിരിറ്റിന്റെ കുറവാണ്, എത്തനോളിന്റെ കുറവാണ് എന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് ഒരു പൂച്ചെണ്ട് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾ അരിയില്ലാതെ മരുന്നില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവരുടെ ആവശ്യം പാലക്കാട് ജില്ലയിൽ ഒരു കാർഷിക പാക്കേജ് വേണമെന്ന് എത്ര കാലമായിട്ട് ആവശ്യപ്പെടുന്നു. അരി ഉൽപ്പാദിപ്പിക്കാൻ വകുപ്പില്ലാത്തടത്ത് മദ്യ കമ്പനി കൊണ്ടുവന്ന് സ്പിരിറ്റും എത്തനോളും ബീറും വൈനും ബ്രാൻഡിയും ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പൊ അരിയാഹാരം ഇല്ലാത്താകുന്ന നമ്മുടെ നാട്ടില് മദ്യം കൊണ്ട് തേർവാഴ്ച നടത്താനാണ് എക്സൈസ് വകുപ്പ് മന്ത്രി തീരുമാനിച്ചാൽ അതവിടെ മനസ്സ് വെക്കുകയുള്ളൂ. ഒരു കാരണവശാലും എന്ത് തന്നെ ഏതെന്നെ തരത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും മന്ത്രിസഭയല്ല ഇനി ആര് തീരുമാനിച്ചാലും എലപ്പുള്ളിയിലെ ഈ കുടിവെള്ളം രൂക്ഷമായ സ്ഥലത്ത് ഒരിക്കലും ഭൂഗർഭജലം അവിടെ കവരാൻ അനുവദിക്കില്ല. ഈ ഫാക്ടറി അവിടെ പ്രവർത്തിക്കാനും അനുവദിക്കില്ല. ഇത് പ്രാരംഭമായിട്ടുള്ള ഒരു അനുമതിയാണെന്നാ പറഞ്ഞു. മറ്റു വകുപ്പുകളൊന്നും അറിഞ്ഞിട്ടില്ല, മന്ത്രിമാരറിഞ്ഞിട്ടില്ല. അവർ ഈ അജണ്ട വന്നു, തലകുലിക്ക് സമ്മതിച്ചു. പിന്നീടാണ് അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുന്നത്. CPIയെ ഞാൻ അഭിനന്ദിക്കാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ CPI ഒരുപാട് ഇടതുപക്ഷത്തെ ജീർണത ബാധിച്ച ഒരു സംഘടനയായി മാറി എന്നുള്ള വലിയ ആക്ഷേപമൊക്കെ ഉണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ പാലക്കാട്ടെ മദ്യ ഫാക്ടറി പാടില്ല, അവിടുത്തെ ഭൂഗർഭജലം ദുർവിനിയോഗം നടത്താൻ അനുവദിക്കില്ല എന്ന് CPIയുടെ സംസ്ഥാന കൗൺസിൽ തീരുമാനിച്ചതിനെ ബിനോയ് വിശ്വത്തിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പാലക്കാട്ടെ ജനങ്ങളോട് നിങ്ങൾ കാണിച്ച ഒരു മര്യാദയ്ക്ക് നന്ദി പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതുപോലെ പാലക്കാട് ജില്ലയിലെ CPI ഒരുപാട് ആരോപണവും പ്രത്യാരോപണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജില്ലാ കൗൺസിൽ യോഗം ചേർന്ന് ഈ എലപ്പുള്ളിയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായ സ്ഥലത്ത് മദ്യ ഫാക്ടറി വേണ്ട എന്ന് സംസ്ഥാന കൗൺസിലിനോട് ആവശ്യപ്പെട്ട സുരേഷ് രാജിന്റെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ CPI കമ്മിറ്റിയെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. ഇവിടെ ജനതാദളിന്റെ മന്ത്രി ആ കൊക്കക്കോള ഫാക്ടറിയുടെ സമരത്തിന് മുന്നിൽ നിന്ന ആളാണ്. അദ്ദേഹമാണ് പറഞ്ഞു ഭൂഗർഭജലം ദുർവിനിയോഗം ചെയ്യില്ല. എന്ത് പരിശോധനയാണ് ഭൂഗർഭജലം ഇവിടെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള എന്ത് പരിശോധനയാണ് സർക്കാർ നടത്തുന്നത്? എത്ര കുഴൽക്കിണറുണ്ട്? ഭൂഗർഭജലം എത്ര എടുക്കുന്നുണ്ട്? ഓരോ കമ്പനിക്കാരും എത്ര എടുക്കുന്നത്? കഞ്ചിക്കോട് UB ഉണ്ട്, അവിടെ ഒരു ബീർ ഫാക്ടറി ഉണ്ട്. അവര് ചുറ്റും വലിയ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോയാൽ പോലും പ്രവേശനം കിട്ടില്ല. അവിടെ എത്ര കുഴൽക്കിണറുണ്ട്? അവിടെ എത്ര ഭൂഗർഭജലം ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്? അവിടേക്ക് കിൻഫ്ര കൊടുക്കാന്ന് പറഞ്ഞ വെള്ളം കൊടുത്തോ? ഇതൊക്കെ ചർച്ചയാകുകയാണ് ഈ സമയത്ത്. അപ്പോൾ ഇവര് ഈ 21 ഏക്കർ സ്ഥലത്ത് ആർക്കും കാണാൻ കഴിയാത്ത തരത്തിലുള്ള കൂറ്റൻ മതിൽ കെട്ടി വേർതിരിച്ച അവിടേക്ക് ഒരാൾ പ്രവേശിക്കാൻ പോലും പറ്റില്ല. അവര് ദുർവിനിയോഗം ചെയ്യില്ലെന്ന് കമ്പനിയല്ല പറയുന്നത്. കമ്പനിക്ക് വേണ്ടി വക്കാലെടുത്ത MP രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രിയെ പറയുന്നു. ഇന്ന് വരെ കമ്പനിക്കാർ കണ്ടില്ല ഏതാണ് സോഴ്സ്, എങ്ങനെയാണ് പരിപാടി എന്ന് വിശദീകരിച്ചിട്ടില്ല. അവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ അവർക്ക് വേണ്ടി ഇപ്പൊ വക്കാലത്തെടുത്ത് ഭൂഗർഭജലം വിനിയോഗിക്കില്ലെന്ന് എഗ്രിമെന്റിൽ ഒപ്പിടാൻ പോകുന്നത് എന്താ? ഇയാൾ കമ്പനിയുടെ പ്രതിനിധിയാണോ? കമ്പനിയുടെ ഡയറക്ടറാണോ? അതോ സൈലന്റ് പാർട്ട്ണറാണോ കമ്പനിക്ക് വേണ്ടി ഇത്ര വാദിക്കാൻ? അപ്പൊ ഇതിലൊക്കെ വലിയ ദുരൂഹതയുണ്ട്. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് കുടിവെള്ളം. ഇവിടെ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ, കൃഷി നടത്താൻ വെള്ളം വേണം. അപ്പൊ കർഷകർക്ക് വെള്ളം കൊടുക്കാനില്ല, കുടിക്കാൻ വെള്ളം കൊടുക്കാനില്ല. അവിടെയാണ് ബീർ ഫാക്ടറിയും ഇതുപോലെ തന്നെ ബ്രൂവറിയും കൊണ്ടുവരാനുള്ള പരിപാടി.